ഇറാനെതിരെയുള്ള ഈ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ഈ ആക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത പ്രവൃത്തിയാണ്. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിൽ നേരെ ആ രാഷ്ട്രത്തിൻ്റെ പരമോന്നത പദവി വഹിക്കുന്ന ഖൊമേനിയെയും കുടുംബത്തെയും കൊല ചെയ്യും. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത അധികാരിയെ ഈ തരത്തിൽ കൊലപ്പെടുത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അഫ്ഗാനിസ്ഥാനിൽ നല്ല രീതിയിൽ ഭരണം നടന്നു പോവുകയായിരുന്നു. അതിനെ അട്ടിമറിക്കാൻ താലിബാനെ സൃഷ്ടിച്ചത് അമേരിക്കയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എന്ന നിലയിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അതിൽ അമേരിക്കൻ താല്പര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് അഫ്ഗാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ കാണുകയും ചെയ്തത്. സരുണെ ജോസിലേക്ക് മടങ്ങിപ്പോകാം. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ തേടി. സരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ, രാഷ്ട്രങ്ങൾ ഇരുപക്ഷത്തും ഇറാനൊപ്പവും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊപ്പവും നിലയുറപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഇറാന് ഏറ്റവും വലിയ പിന്തുണ ചൈനയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ മറുഭാഗത്തും ആ നിലയിലുള്ള പ്രതികരണങ്ങൾ കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ ഇത് അല്പം മുമ്പ് അമേരിക്ക ബ്രിട്ടനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ബ്രിട്ടന്റെ ഒരു പിന്തുണയും ലഭിച്ചില്ല ഇറാനെതിരെയുള്ള ഈ ആക്രമണത്തിന് എന്ന് അമേരിക്ക പറയുമ്പോൾ, ഇറാഖിൽ സംഭവിച്ച കാര്യം ചരിത്രം മറന്നിട്ടില്ലാത്തവരാണ് ഞങ്ങൾ എന്നുള്ള പ്രതികരണം നടത്തിയാണ് ബ്രിട്ടൻ അതിനെ പ്രതിരോധിക്കുന്നത്. മാത്രമല്ല, ഈ യുദ്ധത്തിൽ ഇറാനെതിരെ ഒരു നിലയിലുമുള്ള ഇടപെടൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ടല്ലേ ബ്രിട്ടൻ? അസിത, ഇറാന്റെ പേരിൽ അമേരിക്ക ബ്രിട്ടൻ ബന്ധം ഉലയുന്നു എന്നുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബ്രിട്ടൻ ഈ യുദ്ധത്തിൽ പങ്കാളി ആകാത്തതിനെ ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായാണ് വിമർശിച്ചിരിക്കുന്നത്. പ്രത്യേക ബന്ധം ഉലഞ്ഞു എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. സഹായിക്കുമെന്ന് ബ്രിട്ടൻ ഈ സമയത്ത് സഹായിക്കുമെന്ന് കരുതി, പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. ആവശ്യ സമയത്ത് ബ്രിട്ടൻ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഡൊണാൾഡ് ട്രംപ് ആഞ്ഞടിച്ചു. ഇത് നേരത്തെ കിയർ സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെയുള്ള സൈനിക നടപടിയിൽ ഒരിക്കലും ബ്രിട്ടൻ പങ്കാളിയാകില്ല. പക്ഷേ ഈ ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ അത് വേണമെങ്കിൽ ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ യുദ്ധത്തിൽ പങ്കാളിയാകില്ലെന്ന് ബ്രിട്ടൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് മറുപടിയുമായാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ചരിത്ര പാഠങ്ങൾ മറക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന് കിയർ സ്റ്റാർമറുടെ മറുപടി. അത് ഇറാഖിലെ സൈനിക ഇടപെടൽ സൂചിപ്പിച്ചായിരുന്നു കിയർ സ്റ്റാർമർ ആ പ്രതികരണം നടത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ അമേരിക്കയുടെ ഏത് സൈനിക നടപടിയിലും പങ്കാളിയായിരുന്നു ബ്രിട്ടൻ. പക്ഷേ ഇത്തവണ അത് അങ്ങനെ ഉണ്ടായില്ല. ഇസ്രായേലുമായാണ് അമേരിക്ക ഇറാനിൽ സൈനിക നടപടി പുരോഗമിക്കുന്നത്. ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു സമയത്ത് പിന്തുണ ലഭിച്ചില്ല എന്നുള്ള പരിഭവം ട്രംപ് ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുകയാണ്. മറ്റൊരു കാര്യം, സ്പെയിനിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നതാണ്. കാരണം സ്പെയിനിന്റെ 2 സൈനിക താവളങ്ങൾ അത് വിട്ടു നൽകണമെന്ന് റോത്ത അതുപോലെ തന്നെ മോറോൺ ഈ സൈനിക താവളങ്ങൾ വിട്ടു നൽകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഈ ആവശ്യം നിരസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പെട്രോ സാഞ്ചസിനെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു. നേരത്തെ ഹമാസിന്റെ ആക്രമണത്തെയും സ്പെയിൻ പിന്തുണച്ചതാണ്. അതേ നിലപാട് തന്നെ ഇപ്പോൾ സ്പെയിൻ പിന്തുടരുന്നു. സ്പെയിനുമായി നല്ല ബന്ധം തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇങ്ങനെ ആഗോള രാഷ്ട്രീയത്തെ തന്നെ ഉലയ്ക്കുന്ന രീതിയിലേക്ക് ഇറാനിലെ അമേരിക്കൻ ഇസ്രായേൽ സൈനിക ഇടപെടൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രതികരണങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെയും പുറത്തു വന്നത്. അസിത, ഒപ്പം തന്നെ ലബനനിലെ സാഹചര്യവും അതിസങ്കീർണമായ നിലയിലേക്ക് മാറുന്നുണ്ടല്ലോ സരുൺ. അവിടെ കൂട്ടപ്പലായനം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഭരണകൂടം ഈ പ്രോക്സികൾക്കുള്ള പിന്തുണയൊക്കെ പിൻവലിച്ചു, അവരോട് ആയുധം താഴെ വെക്കാൻ പറഞ്ഞുവെങ്കിൽ പോലും സാഹചര്യം അതിഗുരുതരമായി തന്നെ തുടരുകയാണ് ലബനനിലും, അല്ലേ? അസിത, കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ലബനനിലെ
ഇറാന്റെ ഏറ്റവും വലിയ പങ്കാളിയാണ് ഹിസ്ബുള്ള. ഷിയ വിഭാഗമാണ് ഈ ഹിസ്ബുള്ള എന്ന സംഘടനയിലുള്ളത്. അവർ ലബനനിലെ രാഷ്ട്രീയ സൈനിക മേഖലകളിൽ അതിശക്തരാണ്. ഇപ്പോൾ സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനിക ശേഷിയിലും ലബനൻ ഭരണകൂടം വളരെ ദുർബലരാണ്. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടുവോളം സഹായം ഇറാനിൽ നിന്ന് എത്തുന്നുണ്ട്. സൈനികമായും സാമ്പത്തികമായും വളരെ വലിയ ശേഷിയാണ് അത് ലബനീസ് സർക്കാരിനെ അപേക്ഷിച്ച് ഹിസ്ബുള്ളയ്ക്കുള്ളത്. ഹിസ്ബുള്ള പ്രധാനമായും ലബനോനിലെ തെക്കൻ മേഖലയിലാണ് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഈ തെക്കൻ മേഖല ഇസ്രായേലുമായി അതിര് പങ്കിടുന്ന പ്രദേശമാണ്. വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഈ ലബനന്റെ ഈ ഭാഗത്തു നിന്നും തെക്കൻ ഭാഗത്തു നിന്നും ഹിസ്ബുള്ള തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മേഖലകളിൽ, ഈ അതിർത്തി മേഖലകളിൽ സംഘർഷം അതിരൂക്ഷമായിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്തു നിന്ന് ലബനീസ് സൈന്യം, അതായത് ലബനന്റെ ഇസ്രായേലുമായി അതിര് പങ്കിടുന്ന മേഖലകളിൽ നിന്നും ലബനീസ് സൈന്യം പിന്മാറിയിട്ടുണ്ട്. ഇവിടെ കനത്ത ആക്രമണം നടക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കനത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ ബെയ്റൂട്ടിന് ലബനോണിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ കേന്ദ്രീകരിച്ചും കനത്ത ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. ഇവിടെ 50ഓളം ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കൂട്ടപലായനമാണ് ബെയ്റൂട്ടിൽ നടക്കുന്നത്. ഇന്നലെ രാത്രിയിലടക്കം ബെയ്റൂട്ടിലെ താമസ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇറങ്ങി ഇവിടെ ഈ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഈ കെട്ടിടങ്ങളിൽ ഇറങ്ങി തെരുവുകളിലായിരുന്നു ആളുകൾ അന്തിയുറങ്ങിയത്. അങ്ങനെ ജനങ്ങൾ ഇപ്പോൾ ഈ ലബനനിൽ നിന്നും അവിടെ നിന്ന് വടക്കോട്ടാണ് അവർ പലായനം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ തെക്കൻ ലബനോണിൽ ഇപ്പോൾ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്. പ്രധാനമായും ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അവിടെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. നേരത്തെ ഹസൻ നസ്രുള്ളയുടെ കൊല്ലപ്പെട്ടതിന് ശേഷം നയീം കാസിമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ നയിക്കുന്നത്. നയീം കാസിമിനെ അടക്കം ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന പല നീക്കങ്ങളും ഹിസ്ബുള്ള നടത്തിയിരുന്നു. ഈ തെക്കൻ ലബനോണിൽ അവർ അവിടെ ഇറാന്റെ സുപ്രീം ലീഡേഴ്സായിരുന്ന ആയത്തുള്ള റുഹുള്ള ഖമൈനിയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമനയിയുടെയും വലിയ കട്ടൗട്ടുകൾ അവിടെ ആ അതിർത്തി മേഖലകളിൽ ഇസ്രായേലിനോട് കൈ ചൂണ്ടി നിൽക്കുന്ന അത്തരം കട്ടൗട്ടുകൾ സ്ഥാപിച്ചിരുന്നു. കൂടാതെ ഖാസിം സുലൈമാനിയുടെ നേരത്തെ കൊല്ലപ്പെട്ട IRGCയുടെ തലവൻ ഖാസിം സുലൈമാനിയുടെ വലിയ കട്ടൗട്ടും ഇസ്രായേലിന് നേരെ കൈ ചൂണ്ടി നിൽക്കുന്ന കട്ടൗട്ടുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അതെല്ലാം നേരത്തെ തന്നെ ഇസ്രായേൽ തകർത്തതാണ്. ഈ മേഖലകളൊക്കെ, അതായത് ഇറാൻ പാർക്ക് എന്നാണ് ആ മേഖല അറിയപ്പെട്ടിരുന്നത്. അവിടെ ഹിസ്ബുള്ള വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടം നേരത്തെ തന്നെ കഴിഞ്ഞ ജൂണിലെ 12 ദിന യുദ്ധത്തിൽ ഈ മേഖലയിൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ 7 മേഖലകൾ കേന്ദ്രീകരിച്ച്, തെക്കൻ ലബനനിലെ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് അതിരൂക്ഷമായ ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് പുറമെ മറ്റൊരു യുദ്ധക്കളമായി ലബനനും മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.